മഴ തോരും മുമ്പേൽ സ്റ്റാലിനും അലീനയും ചേർന്ന് റീത്തയെ പുറത്താക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്തയുടെ നീക്കങ്ങളും കാര്യങ്ങളുമെല്ലാം സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്തയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും അവൾക്കൊരു തിരിച്ചടിയും ഒരു പണിയും കൊടുക്കണമെന്ന് സ്റ്റാൻലി മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട്. അതായത് റീത്തയുടെ ആണെങ്കിൽ കുടുംബക്കാരെ മൊത്തം നാണം കെടുത്തുന്ന രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടുംബക്കാരെ മൊത്തം സ്റ്റാലിനെതിരെ തിരിച്ചു കഴിഞ്ഞാൽ അലീനയെ പുറത്താക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്ന് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ അലീനയെ പുറത്താക്കാനുള്ള ആ കുതന്ത്രം ഏതാണ്ടൊക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങൾ തന്നെ സ്റ്റാലിനോട് പറയുന്നുണ്ട്, ഈ തെറിച്ച ബന്ധത്തിനെയൊക്കെ ഈ ചേട്ടൻ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്യുന്നത് എന്തിനാണ്? വെറുതെ ഞങ്ങളെ സമൂഹത്തിൻ്റെ മുൻപിൽ നാണം കെടുത്തുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, നാണം കെടാനായിട്ട് നിങ്ങളല്ലല്ലോ ഇതൊന്നും ചെയ്തത്, ഞാനല്ലേ. എനിക്ക് ഇല്ലാത്ത നാണം, എനിക്ക് തോന്നാത്ത നാണം നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യകത എന്താണ് എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. ചേട്ടനല്ലേലും നാണോ മാനോ ഒന്നും തന്നെ ഇല്ലല്ലോ, ചേട്ടന് ചേട്ടൻ്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത് കാണാം. എടാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയ്, അല്ലാതെ ഈ കിട്ടിയ അവസരത്തിൽ എന്നെ ഉപദേശിക്കാനോ എന്നെ തല്ലിത്തകർക്കാനോ നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്കറിയാം ചേട്ടാ. പക്ഷേ ഉണ്ടല്ലോ, ചേട്ടനീ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറയുന്നു. ചേട്ടനൊന്ന് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് പറയുന്നു. നമ്മളുടെ കുടുംബത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് പറയുന്നു. അഭിമാനത്തെയൊക്കെ ചിന്തിച്ചിട്ട് വേണോ എൻ്റെ മകളെ എനിക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ? അങ്ങനെയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണല്ലോടാ എന്ന് പറയുന്നു. എൻ്റെ മകൾ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ ആർക്കാണ്, എന്തിനാണ് ഇത്ര പ്രശ്നം, കണ്ണുകടി എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. ഞങ്ങൾക്കാർക്കും യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല. പ്രശ്നമുള്ള ആൾക്കാർ അധികം വൈകാതെ തന്നെ അവിടേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളും വരേണ്ടി വരുമെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയാണ് എന്ന് സ്റ്റാലിനെ സഹോദരങ്ങൾ അറിയിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ ഒരുപാട് കൃമികടിയുള്ള നാട്ടുകാരാണെങ്കിൽ തൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പറയൂ. അവരുടെ എല്ലാ സൂക്കേടും എല്ലാ ചോദ്യവും ഞാൻ തീർത്ത് കൊടുത്തോളാം. അതെന്താ അവർക്ക് നിങ്ങളോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ? എന്നോട് ചോദിക്കാനായിട്ട് എന്താണ് ഇത്ര ഭയം എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. പിന്നെ ചേട്ടൻ്റെ ആ കാട്ടിലേക്ക് ആർക്ക് വരാനായിട്ടാണ് കഴിയുക? ആ കാട്ടിലാണെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാം? കൂടാതെ ചേട്ടന് ഒരുപാട് പട്ടികളുമുണ്ട്. ആ കാടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചേട്ടൻ വിചാരിക്കാതെ ആർക്കെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഴിയോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ അവരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്നും ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ എടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ചേട്ടാ ഞങ്ങൾ എങ്ങനെ വിചാരിച്ചാലും ശരി, ചേട്ടൻ ആ പെൺകൊച്ചിനെ ഏറ്റെടുത്തത് ശരിയായില്ല. അവളെ മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവിടുന്നതായിരിക്കും ചേട്ടനും നമ്മുടെ കുടുംബത്തിനും നമ്മളുടെ ബന്ധത്തിനും നല്ലത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ അലീനയെ എന്തായാലും പുറത്താക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മുടെ സ്റ്റാൻലി വ്യക്തമാക്കുന്നു. നിന്നെയൊന്നും കണ്ടിട്ടല്ല, നിന്നെയൊന്നും ഭയന്നിട്ടുമല്ല, നിന്നെയൊന്നും എനിക്ക് ആവശ്യവുമില്ല. ഇത്രയും നാൾ നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും.
ഇതേസമയം സഹോദരങ്ങളും ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തു തന്നെ പ്രശ്നം വന്നാലും നിങ്ങൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. നിങ്ങളെപ്പോലെ പേടിത്തൊണ്ടരായ അനുജന്മാരുടെ കൂടെ വസിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇവിടെ വസിക്കുന്നത് എന്ന് സ്റ്റാൻലി പറയുന്നു. ഇതേ സമയം സ്റ്റാൻലി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴാണെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ എന്തായാലും കൊളത്തൂപ്പുഴ വരെ ഒന്ന് പോയി കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ കിടപ്പുകൾ ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാം. ഇവിടെ നമ്മുടെ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, അതായത് അപ്പച്ചൻ എന്താടാ കാര്യം, റൂബി എന്തുട്ടാ പറയണേ എന്ന് ചോദിക്കുമ്പോൾ അലീനയെ പറഞ്ഞു വിടാനായിട്ടും കൂടാതെ തന്നെ അവർക്ക് ഒരുപാട് അപമാനം നേരിട്ടു എന്നൊക്കെ തന്നെയാണ് റൂബി പറയുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാം ആ റീത്തയുടെ കളിയാണ്. റീത്തയാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ പാടി നടന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീത്തയ്ക്ക് വേണം പണി കൊടുക്കാനായിട്ട്. റീത്തയുടെ നാവ് വേണം ആദ്യം അടയ്ക്കാനായിട്ട്. എങ്കിൽ മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അല്ല പച്ച, അത് എങ്ങനെ അടയ്ക്കാനാണ്? അതൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? അവർക്ക് 7 നാക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. അലീനയെക്കൊണ്ടും നിന്നെക്കൊണ്ടും അവളെ പൊളിച്ചെടുക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. നീ അവളെ വിളിച്ചു വരുത്തി സന്ധി ചെയ്യാനായിട്ട് നോക്ക്. ഒടുവിൽ അവൾ എന്തായാലും സ്വത്ത് തന്നെയാണ് ആവശ്യപ്പെടാനായിട്ട് പോവുക. അപ്പോൾ സ്വത്തെല്ലാം തൻ്റെ പേരിലല്ല ഇവളുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയൊന്നുമില്ല. കാരണം അവർക്ക് പണം കിട്ടുന്നതും മുടങ്ങുമെന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർ വലിയ ജാട്യത്തിലേക്കോ വലിയ യുദ്ധത്തിലേക്കോ ഒന്നും കടക്കുകയൊന്നുമില്ല എന്ന് വല്യപ്പച്ചൻ പറയുകയാണ്. അങ്ങനെ അലീനയുമായിട്ട് സ്റ്റാൻലി അതിനായിട്ട് അലീനയുടെ നിബന്ധനകളൊക്കെ പാലിക്കുകയും അലീനയുടെ ഉപവാസം നിർത്തിവെക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഒടുവിൽ രണ്ടാളും കൂടി ചേർന്ന് നമ്മുടെ റീത്തയ്ക്കെതിരെ പോരാടാനായിട്ട് ഇറങ്ങുകയാണ് എന്ന് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാൻ